ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത് എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ DC-യുടെ, അതായത് പുതിയ DC-യുടെ പാർട്ടായിട്ട് വരാൻ പോകുന്ന ഫസ്റ്റ് മൂവി ആയിട്ടുള്ള സൂപ്പർമാൻ്റെ ഒഫീഷ്യൽ പോസ്റ്റർ റിവീൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ട്രെയിലർ റിലീസ് ഡേറ്റ് ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. ഒഫീഷ്യലി നമ്മുടെ ജെയിംസ് ഗൺ തന്നെയാണ് അത് റിവീൽ ചെയ്തിട്ടുള്ളത്. അതായത് മറ്റന്നാൾ വ്യാഴാഴ്ച നമ്മുടെ ഇന്ത്യയിൽ വൈകിട്ട് 6:30-7 മണി ആ ഒരു സമയത്ത് വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ റിലീസാകാൻ പോകുന്നത്. വേൾഡ് വൈഡ് സെയിം സമയം തന്നെ, നമ്മുടെ ഓരോ റീജിയൻ അനുസരിച്ചിട്ട് ടൈമിന് വ്യത്യാസമുണ്ട്. പക്ഷേ റിലീസാവുന്നത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ ടൈം 7:30 ആ ഒരു ടൈമിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും വെയിറ്റ് തന്നെ ഇരുന്നു. സംഭവം പ്രോമിസിങ് ആണെന്ന് നമുക്കൊരു ഒറ്റ പോസ്റ്റർ കൊണ്ട് തന്നെ നമുക്ക് കൺഫേം ആയിട്ടുണ്ട്. ഫസ്റ്റ് പോസ്റ്റർ വന്ന സമയത്ത്, അതായത് ഒരു ക്യാരക്ടർ ലുക്കും കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്ന സമയത്ത് എല്ലാവരും കളിയാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അത് എന്തായാലും പടത്തിനകത്ത് വരാൻ പോകുന്ന ആ ഒരു ലുക്കല്ലെന്ന് നമുക്ക് ഏകദേശം അറിയാമായിരുന്നു. പക്ഷേ അതൊക്കെ വെച്ചിട്ടാണ് പലരും കമ്പയർ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ഒഫീഷ്യൽ പോസ്റ്റർ വന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതായത് സെറ്റ് ഫോട്ടോയിൽ കണ്ടിട്ടുള്ള ആ ഒരു സ്യൂട്ടും ഈ ഒരു ഫൈനലായിട്ടുള്ള ഈ ഒരു പോസ്റ്റർ വന്നിട്ടുള്ള സ്യൂട്ടിൻ്റെ വ്യത്യാസം. സെറ്റ് ഫോട്ടോയിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബാഗി ആയിട്ടുള്ളൊരു സ്യൂട്ടാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. പക്ഷേ ഇതിനകത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള മാൻ ഓഫ് സ്റ്റീൽ എങ്ങനെ കണ്ടിട്ടുള്ളൂ അതേപോലത്തെ ഒരു സ്യൂട്ടിൻ്റെ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ പറ്റുന്നത്. പിന്നീട് ഈ ഒരു പോസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു കളേഴ്സ് തന്നെ, അതായത് നമ്മുടെ സൂപ്പർമാൻ്റെ ഐക്കോണിക് കളേഴ്സ് ആയിട്ടുള്ള റെഡും ബ്ലൂവും എടുത്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റർ ഡിസൈനിങ് തന്നെയാണ് നമുക്ക് ഈ ഒരു പോസ്റ്ററിൽ കൂടെ കാണാൻ പറ്റുന്നതും. അതേപോലെ തന്നെ ഈ ഒരു സൂപ്പർമാൻ്റെ ഒറിജിനൽ ലുക്കും നമ്മുടെ ജെയിംസ് ഗൺ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പഴയ കാര്യങ്ങളിലോട്ട് പോയി കമ്പയർ ചെയ്യുന്നില്ല, കാരണം നമ്മുടെ മാൻ ഓഫ് സ്റ്റീലിൻ്റെ സ്യൂട്ടും അതേപോലെ തന്നെ ഈ ഒരു സ്യൂട്ടുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. കളേഴ്സിൻ്റെ കാര്യത്തിലായാലും ആ ഒരു ഡിസൈനിൻ്റെ കാര്യത്തിലായാലും ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ ഈ ഒരു സൂപ്പർമാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെയിംസ് ഗൺ ആ ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒറിജിനൽ ക്രിസ്റ്റഫർ റീസിൻ്റെ സൂപ്പർമാൻ എങ്ങനെയായിരുന്നു ആ ഒരു തീമിലാണ് നമ്മുടെ ഈ ഒരു പുതിയ സൂപ്പർമാൻ ഡേവിഡ് കോറൻസെറ്റിൻ്റെ ഈ ഒരു സൂപ്പർമാൻ അവർ പിടിക്കാൻ പോകുന്നത് നമുക്ക് ഇതിൽ കൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. പിന്നീട് എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുണ്ട്. അതൊരു മോഷൻ പോസ്റ്റർ റിലീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ ഒരു സൂപ്പർമാൻ്റെ ഒഫീഷ്യൽ തീം മ്യൂസിക് അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. സൂപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലൊരു മ്യൂസിക് തന്നെയാണ്. അതായത് നമ്മുടെ സൂപ്പർമാൻ്റെ ഒരു തീം മ്യൂസിക്, അതായത് ഒറിജിനൽ സ്കോർ, അതായത് നമ്മുടെ ക്രിസ്റ്റഫർ റീവ്സിൻ്റെ സൂപ്പർമാൻ്റെ ഒരു തീമിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷൻ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ 2025 ചേരുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റഡ് വെർഷനായിട്ട് ഇപ്പം അവർ ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ മ്യൂസിക്, ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു ഹോപ്പ് എന്നുള്ളൊരു സംഭവം നമുക്ക് ഈ മ്യൂസിക് കേൾക്കുമ്പോൾ തന്നെ സംഭവിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലുള്ള ഒരു കിഡിലൻ ആ ഒരു നമ്മുടെ ഈ ഒരു മ്യൂസിക് ക്രിയേഷനാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ട്രെയിലർ വരുന്ന വ്യാഴാഴ്ച നമുക്ക് കിട്ടുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഒരു തോട്ട്, അതായത് ഈ ഒരു സൂപ്പർമാൻ പോസ്റ്ററിനെ പറ്റിയും അതേപോലെ ട്രെയിലർ എന്തായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഹൈപ്പ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. കൂടുതലും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇതിനെപ്പറ്റി ഭയങ്കര ഹൈപ്പ് കുറവ് തന്നെയാണ്. അപൂർവം ചിലർക്ക് മാത്രമേ ഉള്ളൂ ഈ ഒരു സൂപ്പർമാൻ പടത്തിനുള്ള ഹൈപ്പ്. കാരണം എല്ലാവരും നമ്മുടെ ഹെൻറി കാവിലിൻ്റെ പുറകെ കിടക്കുവാണ്. അതിന് നടന്നിട്ടും കാര്യമില്ല, കാരണം അതിൻ്റെ കാലം കഴിഞ്ഞ്. അതായത് ഇനി ഹാഷ്ടാഗ് പറത്തിയിട്ടും അതേപോലെ തന്നെ ക്യാമ്പയിൻ നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഒഫീഷ്യൽ നമ്മുടെ പണ്ടത്തെ ഹെൻറി കാവിലിൻ്റെ DCU ഡിസ് ഡെഡ് ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും പുതിയ DCU എടുത്ത് ചെയ്ത് ജെയിംസ് ഗണ്ണ് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് എടുത്ത് പറയാൻ പറ്റും. ജെയിംസ് ഗൺ വന്നിട്ടില്ലെങ്കിൽ ഈ DC ഇപ്പോഴും ഇവിടെ കിടക്കും. ആരും വന്ന് എടുത്ത് ആ ഒരു ഫ്രാഞ്ചൈസി എക്സ്പാൻഡ് ചെയ്യത്തതും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ജെയിംസ് ഗൺ നമ്മുടെ ക്രീച്ചർ കമാൻഡേഴ്സിൽ കൂടെ ആ ഒരു ഒഫീഷ്യൽ DC സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ആദ്യത്തെ 3 എപ്പിസോഡ് ഇപ്പോൾ റിലീസ് ആയിട്ടുണ്ട്, നിങ്ങളെ കണ്ടിട്ടുണ്ടായിരിക്കും. അതിനകത്ത് തന്നെ വേറെ ലെവലിൽ നമ്മുടെ ജെയിംസ് ഗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സൂപ്പർമാൻ്റെ കാര്യത്തിൽ ഒരു പ്രതീക്ഷ നമുക്ക് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ DC അടിപൊളി ആവും തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ജസ്റ്റ് താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്ന നമ്പർ എല്ലാവർക്കും ബൈ ഗൈസ്.